വനം വകുപ്പ് ആര്യങ്കാവ് റേഞ്ചിൽ ഉൾപ്പെടുന്ന കടമാൻപാറ ചന്ദന സംരക്ഷണ മേഖലയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. ചെങ്കോട്ട കർക്കൂടി അണ്ണാത്തെരുവിൽ 27 വയസ്സുള്ള മണി എന്ന മണികണ്ഠൻ, സഹോദരൻ 22 വയസ്സുള്ള അജിത് കുമാർ, ഇന്ദിരാ കോളനിയിൽ 35 വയസ്സുള്ള കുമാർ എന്നിവരെയാണ് വനം വകുപ്പ് തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് സംഘം പിടികൂടിയത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി സംരക്ഷിത മേഖലയായ കടമാൻപാറ ഭാഗത്തു നിന്നും നിരവധി ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയിരുന്നു. കേസെടുത്ത ആര്യങ്കാവ് റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന CCTVയിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളുടെയും ഫോൺ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു. നിരവധി ദിവസങ്ങളുടെ നിരീക്ഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു. വനപാലകരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പിന്തുടർന്ന സംഘം സാഹസികമായി പിടികൂടുകയായിരുന്നു. കടത്തിയ ചന്ദനമരങ്ങളുടെ ഭാഗങ്ങൾ മുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ, മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ വനപാലകർ കണ്ടെത്തിയിട്ടുണ്ട്. ആര്യങ്കാവിലെ സംരക്ഷിത കടമാൻപാറ ചന്ദനത്തോട്ട് ലക്ഷ്യമിട്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ച് 3ഓളം ചന്ദന മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി വനംവകുപ്പ് അധികൃതർ പറയുന്നു. അതുകൊണ്ട് തന്നെ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കുമെന്നും ആര്യങ്കാവ് റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കി. കുറേ നാളുകളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ആര്യങ്കാവിലെ കടമാൻപാറ ഭാഗത്തു നിന്നും ചന്ദനമരങ്ങൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ കാട്ടിനുള്ളിൽ തന്നെ റിയൽ ടൈം മോണിറ്ററിംഗ് ആൻഡ് അലേർട്ടിംഗ് സിസ്റ്റം ഉള്ള CCTV ക്യാമറകൾ നമ്മൾ സ്ഥാപിച്ചിരുന്നു. അങ്ങനെ ക്യാമറകൾ സ്ഥാപിച്ചതിൻ്റെ ഭാഗമായിട്ട് 17/3/25 കടമാൻപാറ സ്റ്റേഷനിൽ നിന്നും ചന്ദനം മോഷ്ടിക്കാൻ എത്തിയവരുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. അതേ തുടർന്ന് ആ ദൃശ്യങ്ങൾക്കനുസരിച്ചും തുടർന്ന് ആ ആളുകളെ തമിഴ്നാട് ഭാഗത്ത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവരിൽ നിന്നും കളക്ട് ചെയ്ത ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ 22-ാം തീയതി ആര്യങ്കാവ് റേഞ്ചിലെയും തെന്മല റേഞ്ചിലെയും സ്റ്റാഫുകൾ സംയുക്തമായിട്ട് തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ ഷാനവാസ് IFS അവരുടെ ഒരു നേതൃത്വത്തിൽ ഒരു വിശദമായിട്ടൊരു അന്വേഷണവും നടത്തി 3ഓളം പ്രതികളെ ഐഡന്റിഫൈ ചെയ്ത് വിവിധ സ്ഥലങ്ങളിലായിട്ട് നിന്ന് അവരെ നമ്മൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഓരോരുത്തരും പല സ്ഥലങ്ങളിലായിട്ട് മാന്തോപ്പലിലും മറ്റും ജോലി ചെയ്യുകയും മറ്റും രീതിയിൽ താമസിക്കുകയായിരുന്നു. അവരവിടെ സ്ഥലങ്ങളിൽ ചെന്ന് കുറച്ച് സാഹസികമായി തന്നെയാണ് നമ്മളിതെല്ലാം ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇവരുടെ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും ഇവരുടെ ഇപ്പം ഉള്ള ഫോട്ടോയും തമ്മിൽ ഇവരുടെ പ്രകൃതവും തമ്മിൽ കണ്ട് മാച്ച് ചെയ്തെന്ന് മനസ്സിലാക്കി അവരെ അത് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ കുറ്റസമ്മതം നടത്താൻ തയ്യാറായി. തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനോജ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിജു എന്നിവരുടെ നേതൃത്വത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിജിമോൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഹരികൃഷ്ണൻ, രാധാകൃഷ്ണൻ, കലേഷ്, അമ്പാടി, റിസർവ് ഫോറസ്റ്റ് വാച്ചർ ജോമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തെളിവെടുപ്പുകൾക്കും വൈദ്യപരിശോധനയ്ക്കും ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത ആര്യങ്കാവ്.